ദൈവത്തിന് മഹത്വം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് നമുക്ക് നൽകി തരുന്ന നല്ല അവസരങ്ങൾക്കായിട്ട്, പുതിയ ദിവസത്തിനായിട്ട്, സമയത്തിനായിട്ടൊക്കെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവവചനം കേൾപ്പാനും ദൈവവചനം അനുസരിപ്പാനും ദൈവത്തോട് ചേർന്ന് നടപ്പാനും ദൈവീയ സ്വരൂപത്തോട് അനുരൂപമാകാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്കൊരു പുതിയ ദിവസം നൽകുന്നത്. ദൈവവചനത്തിൽ പറയുന്ന പോലെ ഏത് മനുഷ്യനെന്ന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ്. പക്ഷേ കർത്താവ് നമ്മളെ തേജസ്സും ബഹുമാനവും അണിയിച്ചു. ദൈവം നമ്മളെ അണിയിച്ച ആ തേജസ് പാപത്താൽ നഷ്ടപ്പെട്ടു പോയെങ്കിലും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വീണ്ടും കർത്താവ് ആ തേജസ്സും ബഹുമാനവും നമ്മളെ അണിയിച്ചു. ആ ബോധ്യത്തിൽ ആ ദൈവ തേജസ്സിൻ്റെ പൂർണ്ണതയിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ സ്വരൂപത്തോട് നമ്മൾ അനുരൂപമാകണം എന്നുള്ളതാണ് ദൈവഹൃദയത്തിലെ ആഗ്രഹം. ഈ ആഗ്രഹം ഒരിക്കലും നമ്മളിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് പിശാചിൻ്റെ തന്ത്രം. അതുകൊണ്ടാണ് ഈ ലോകത്ത് മനുഷ്യൻ ജീവിക്കുമ്പോൾ സാത്താൻ ഈ ലോകത്തിൻ്റെ നൈമിഷികമായ മോഹങ്ങളിലേക്ക് വശീകരിച്ച് നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഏറുപങ്ക ആളുകൾ അത് തിരിച്ചറിയുന്നില്ല. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്നെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വമാണ് നിലനിൽക്കുന്നതും നശിച്ചു പോകാത്തതും നിത്യമായതിനെ പിൻപറ്റുക എന്നുള്ളത്. വളരെ ക്ഷണികമായിട്ടുള്ളൊരു ജീവിതമാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്ന പോലെ സ്വാതന്ത്ര്യം നമ്മളൊരിക്കലും ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. ദുഷ്ടൻ്റെ തന്ത്രങ്ങളനുസരിച്ച് നയിക്കപ്പെടരുത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം ദൈവനീതിക്കൊത്തോളം ജീവിപ്പാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ സദൃശവാക്യം 10:27 ഇങ്ങനെ വായിക്കുന്നുണ്ട്. സദൃശവാക്യം 10:27 സദൃശവാക്യം തുടങ്ങുമ്പോൾ തന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ദൈവത്തെ ഭയപ്പെട്ട് ദൈവവഴിയിൽ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. ദൈവമില്ലെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനേകരുടെ നടുവിൽ ദൈവമുണ്ടെന്നും ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കേണ്ടതാണെന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ ജീവിക്കണം. അതുകൊണ്ടാണ് സദൃശവാക്യം 10:27 എന്താ പറയുന്നത്? കണ്ടോ, യഹോഭക്തി ആയുസ്സിനെ ദീർഘമാക്കും എന്ന് പറഞ്ഞാൽ ദൈവഭയം, ദൈവവചനത്തിൻ്റെ അനുസരണം, ദൈവ വഴിയിലുള്ള നമ്മളുടെ ജീവിതം അത് ഒരു വ്യക്തിയുടെ ആയുസ്സിനെ ദീർഘമാക്കും. ദീർഘമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ ജീവിതത്തിലാണ് നമ്മൾ നിത്യത എവിടെ ചെലവഴിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ആയുസ്സിനെ ദീർഘമാക്കും തോറും നമ്മൾക്ക് ദൈവത്തിൻ്റെ ഹിതവും ദൈവ തേജസ്സിൻ്റെ സമ്പൂർണ്ണത പ്രാപിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ പറഞ്ഞതിനർത്ഥം. കാരണം ഇവിടെ നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസവും ദൈവ തേജസ്സിൻ്റെ വെളിപ്പാടിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. മാത്രമല്ല നിത്യനായ ദൈവത്തോടു കൂടെ നിത്യത മുഴുവൻ വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കളായി തീരാനൊക്കെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. മാത്രമല്ല അതിൻ്റെ അതേ സദൃശവാക്യം 10:6 പറയുന്നുണ്ട്, നീതിമാൻ ദൈവം നമ്മളെ നീതീകരിച്ച് നമ്മളെ ദൈവിക ശ്രേഷ്ഠതയിലേക്ക് നമ്മൾ വഴി നടത്തുമ്പോൾ, അഥവാ ദൈവം നമ്മളെ നീതീകരിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുമ്പോൾ അവിടെ പറയാണ് ആ ദൈവനീതിയുടെ ബോധ്യമുള്ള ഒരു വ്യക്തിയുടെ മേൽ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ വരും. അവൻ്റെ ശിരസിൻ്റെ മേൽ അനുഗ്രഹം വരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കും. വചനം വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം തൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതാ പറയുന്നത് നീതിമാന്റെ ശിരസിൻ്റെ മേൽ അനുഗ്രഹം വരുന്നു. മാത്രമല്ല ദൈവനീതിയിൽ ഒരു വ്യക്തി സ്ഥിരപ്പെട്ടിരിക്കുമ്പോൾ 11:19 സദൃശവാക്യം 11-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം പറയുകയാണ്, നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു. അതല്ലേ 11:19? നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു, ദോഷത്തെ പിന്തുടരുന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. അപ്പോ നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുക. അപ്പൊ ദൈവം നമ്മൾ നീതീകരിച്ചു, പാപക്കറകളെ കഴുകിക്കളഞ്ഞു, നമുക്ക് അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നു, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി എന്നുള്ളത് കൊണ്ട് മാത്രം എന്ത് സംഭവിക്കുന്നില്ല? ഈ പറയുന്ന വാക്യമാണ് ജീവനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നിത്യജീവനിലേക്ക് നമ്മൾ ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുക. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കണം. ഇത് പലപ്പോഴും സ്ഥിരത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്ഥിരതകളും പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ വചനം പറയാം, നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ
പ്രാപിക്കുന്നു. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം എവിടെ നിന്നാണ് എന്നെ വിളിച്ചത്? അന്ധകാരത്തിൽ നിന്നല്ലയോ നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചത്? നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ പാപത്തിലും ശാപത്തിലും മരണത്തിലുമായിരുന്നു. അവിടെ നിന്നാണ് ദൈവം നമ്മളെ നിത്യജീവൻ ഓഹരിക്കാരാക്കിയത്. നമ്മൾ സാത്താൻ്റെ അധികാരത്തിലായിരുന്നു, പിശാചിൻ്റെ അടിമത്വത്തിലായിരുന്നു. ദൈവം അവിടെ നിന്നാണ് നമ്മളെ നിത്യജീവന്, ദൈവിക ഭവനത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചത്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു ബോധ്യമാണ്, ഈ ഒരു തിരിച്ചറിവിലുള്ള ജീവിതമാണ് നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുക എന്ന് പറയും. നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ജീവനെ പ്രാപിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞ ദോഷത്തെ പിന്തുടരുന്നവർ തൻ്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. അപ്പോൾ നീതിയിൽ സ്ഥിരപ്പെട്ട് ജീവനെ പ്രാപിക്കാത്തൊരു വ്യക്തി ദോഷത്തെയാണ് പിന്തുടരുന്നത്. പ്രത്യേകിച്ച് ദോഷത്തെ പിന്തുടരേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ പറയുന്നത്? നീതിയിൽ സ്ഥിരപ്പെട്ട് ജീവനെ പ്രാപിക്കാത്ത എല്ലാ വ്യക്തികളും ദോഷത്തെയാണ് പിന്തുടരുന്നത്. ഒന്നുകിൽ ഇരുട്ട് അല്ലെങ്കിൽ വെളിച്ചം, ഒന്നുകിൽ ജീവൻ അല്ലെങ്കിൽ മരണം, ഒന്നുകിൽ നിത്യദൈവത്തോടുകൂടെ, നിത്യനായ ദൈവത്തോടു കൂടെയുള്ള വാസം, അല്ലെങ്കിൽ നിത്യത മുഴുവൻ നിത്യനരകത്തിൽ, ഒന്നുകിൽ ജീവൻ അല്ലെങ്കിൽ മരണം. അതല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ജീവനെ പ്രാപിക്കത്തക്ക രീതിയിൽ നീതിയിൽ സ്ഥിരപ്പെട്ടിരിക്കണം. എങ്ങനെയാണ് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത്? വിശ്വാസത്താൽ. എന്ത് വിശ്വാസത്താൽ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. റോമലേഖനം 5:1 പറയുന്ന വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ആ പ്രവേശനത്തിൻ്റെ സമൃദ്ധി നമ്മൾ പ്രാപിക്കുന്നവരായിരിക്കണം. ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് വെളിപ്പാട് പുസ്തകത്തിലോട്ട് നമ്മൾ പോകുന്നു. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 7 സഭകളെ നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ദിവസങ്ങളിൽ 7 സഭകളെ കുറിച്ചൊന്ന് പഠിക്കാനായിട്ട്. 7 സഭകളുടെ പ്രത്യേകത ഞാൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. 7 സഭകളിൽ ഇന്ന് കാണുന്ന ലോകത്തുള്ള എത്ര ആയിരക്കണക്കിന് സഭകളൊക്കെ ഉണ്ടെങ്കിലും ഈ 7 സഭകളിൽ ഇന്ന് കാണുന്ന എല്ലാ സഭകളെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ വചനങ്ങളും നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതിൽ ആയിത്തീരേണ്ടുന്ന ഒരു കൂട്ടമുണ്ട്, അല്ലേ? ആ ആയിത്തീരേണ്ടുന്ന ഒരു കൂട്ടത്തിലേക്ക് ഞാൻ പ്രവേശിക്കപ്പെടണം. പ്രവേശിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പ്രവേശിക്കപ്പെടണം. പ്രവേശിക്കപ്പെട്ടവരാണെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ സ്ഥിരതയിൽ തുടരണം. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവവചനം അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ബൈബിളിലെ 66-ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 65 പുസ്തകത്തിൻ്റെ സംഗ്രഹമാണ്. നമുക്കറിയാം. ആ 65 പുസ്തകങ്ങളിൽ ഒരു ദൈവവൈതൽ എങ്ങനെയാണ് അനേകർ പട്ടുപോയത്, നഷ്ടപ്പെട്ടു പോയത്, നേരായ വഴിയിൽ കൂടി സഞ്ചരിച്ചു, അനേകർ നാശത്തിലേക്ക് പോയി, ദൈവത്തോട് ചേർന്ന് നടന്നവരുണ്ട്, ദൈവത്തെ തള്ളിക്കളഞ്ഞവരുണ്ട്, ദൈവമഹത്വം ദർശിച്ചിട്ടും ലോകത്തിൻ്റെ മോഹങ്ങളിൽ പോയവരുണ്ട്. എന്നാൽ ദൈവവചനത്തിൽ പറയുന്ന പോലെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, അല്ലേ? നോഹയ്ക്കും കുടുംബത്തിനും കൃപ ലഭിച്ചു, നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി എന്ന് ദൈവവചനം പറയുന്നു. നമുക്കറിയാം ലോത്തിനെയും കുടുംബത്തെയും ദൈവം ആ ന്യായവിധിയുടെ സമയത്ത് ലോത്തിനെയും കുടുംബത്തെയും ദൈവം ആ ന്യായവിധിയിൽ അകപ്പെടാതെ അവരെ പുറത്തോട്ട് കൊണ്ടുവന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ പ്രവാചകനായ എലിയാവ് ഇവരൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എലിയാവ് അഗ്നിമയമായ രഥങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിൽ വന്നപ്പോൾ പല വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ അപ്പോസ്തലനായ പൗലോസ് അഗ്രഗണ്യനാണ്. തൻ്റെ ജീവിതത്തിൽ കർത്താവിനോട് കൂടെ നടന്ന് ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തത് ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അതെനിക്ക് മാത്രമല്ല അതിനായി പ്രിയമിച്ചിരിക്കുന്ന ഏവർക്കും തന്നെ എന്ന് പറഞ്ഞ പൗലോസിനെ കാണാം, പത്രോസിനെ കാണാം. നമുക്ക് അനവധി കർത്താവിനോട് കൂടെ ചേർന്ന് നടന്ന് പ്രത്യാശയ്ക്കായി കാത്തിരുന്ന അനേകരെ നമുക്ക് കാണാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെ നമുക്ക് കാണാം. ഈ ലോകത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങളിൽ പെട്ടുപോകാതെ അവർ സ്വർഗീയമായതിനെ കണ്ട് അതിനെ വണങ്ങി അവർ ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ നൈമിഷിക മോഹങ്ങൾക്കൊത്തവണ്ണം ജീവിക്കാതെ നിത്യമായതിനെ പിൻപറ്റിയ ഒരു കൂട്ടം വിശ്വാസ വീരന്മാരുടെ പട്ടിക ദൈവവചന എബ്രായ ലേഖനത്തിലൊക്കെ എഴുതിയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവസാനം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കർത്താവിനോട് ചേർന്ന് നടന്നൊരു കൂട്ടവും അതിനെ മുറുകെ പിടിച്ചൊരു കൂട്ടവും ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ടുപോയ സഭയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുന്നത് കാണാം. യേശുവിനെ ഇതുവരെ കാണാത്ത രീതിയിൽ യേശുവിനെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ 2-3 അധ്യായങ്ങളിലാണ് ഈ 7 സഭകളെ കുറിച്ച് പറഞ്ഞത്. ഇന്ന് നമുക്ക് എഫേസോസിലെ സഭയെക്കുറിച്ച് നമുക്ക് നോക്കാം. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് എഫേസോസിലെ സഭയുടെ ദൂതൻ, അതിന്റെ വാക്കുകളൊന്ന് വായിക്കാം നമുക്ക്. എഫേസോസിലെ സഭയുടെ ദൂതനെ എഴുതുക. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും
അപ്പോസ്തലന്മാരല്ലാതെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാനും ഞാൻ അറിയുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം അറിയണം, ദൈവമെല്ലാം അറിയുന്നു. മനുഷ്യനില്ലാത്തൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മളെ അറിയുന്ന, നമ്മളെ കാണുന്ന, നമ്മളെ നിരീക്ഷിക്കുന്ന, നമ്മളോട് കൂടെയുള്ള ഒരു ദൈവത്തെ പലർക്കും വലിയ പരിചയമില്ല. പക്ഷെ നമ്മളുടെ ദൈവം എന്ന് പറഞ്ഞാൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, ഒപ്പം തന്നെ നമ്മളോട് കൂടെ വസിക്കുന്നവനാണ്, അല്ലേ? ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണെന്ന് പറയുമ്പോൾ തന്നെ അതേ ദൈവം പറയാണ്, ഞാൻ നിന്നോട് കൂടെ വസിക്കുന്നു. ദൈവഹൃദയത്തിൽ ആഗ്രഹം അതാണ്, നമ്മളോട് കൂടെ വസിക്കണം, നമ്മളോട് ചേർന്ന് നടക്കണം, നമ്മളെ ഇഷ്ടങ്ങളെ, അവൻ്റെ ഇഷ്ടത്തെ മനസ്സിലാക്കി നമ്മുടെ ഇഷ്ടങ്ങൾ അവനുമായി പങ്കുവെക്കണം. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് നമ്മൾ ബൈബിളിലൊക്കെ നോക്കി അത് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ ആ കർത്താവ് പത്രോസ് തള്ളിപ്പറഞ്ഞ് പോയി പിന്നീട് മീൻ പിടിക്കാൻ പോയപ്പോൾ ആ പത്രോസിനെ തേടി വന്ന യേശുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുമ്പോൾ അവർക്ക് അവർ അപ്പവും അതുപോലെ മീനൊക്കെ വെച്ചു കൊടുത്ത് ഇപ്പോൾ പിടിച്ച മീനെ കൊണ്ടുവരാൻ പറഞ്ഞ് അതിനെ പാകം ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്നേഹത്തെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആഗ്രഹം നമ്മളുമായിട്ട് ചേർന്നുള്ളൊരു വാസം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ സ്വർഗീയ പിതാവിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം അതാണ്. ഇത് മനസ്സിലാക്കുന്ന മക്കൾക്ക് മാത്രമേ ആ പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് മനസ്സിലാക്കാത്ത വ്യക്തികൾ മറ്റു പലതിനു വേണ്ടി പിൻപറ്റും. അപ്പൻ്റെ സ്വത്തിനു വേണ്ടി അപ്പനെ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ ഇതെൻ്റെ അപ്പനാണ്, ഈ അപ്പൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഉണ്ടായത്, ഈ അപ്പനിലൂടെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളൊരു ബോധ്യത്തിൽ അപ്പനെ സ്നേഹിക്കുന്നവരുണ്ട്. അപ്പോൾ സ്വർഗീയ പിതാവിനെ സ്നേഹിക്കുന്ന യഥാർത്ഥത്തിലുള്ള മക്കളെന്ന് പറയുന്നത് അവൻ നൽകുന്ന എന്തെങ്കിലും വേണ്ടിയിട്ട് ജീവിക്കുന്നവരല്ല, മറിച്ച് എന്നെ സൃഷ്ടിച്ച, എന്നെ അതിശയം ഭയങ്കരമായി സൃഷ്ടിച്ച, എന്നെ സ്നേഹിച്ച, ഞാൻ നിത്യനരകത്തിലേക്ക് പോകുമായിരുന്നപ്പോൾ ആ നരകവേദനകളെ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി മരിച്ച് ആ നരകത്തീയിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത ആ അപ്പൻ്റെ സ്നേഹത്തെ എന്ത് ചെയ്യണം? മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന അപ്പൻ്റെ പ്രിയമക്കളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തീരണം. അപ്പോൾ ഇവിടെ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, എഫെസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ അതിൻ്റെ പ്രത്യേകത കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലതുണ്ട്. പക്ഷേ കുറവുകൾ വെളിപ്പെടുത്തി തരുമ്പോൾ ആ കുറവുകൾ നീക്കിക്കളയുന്നവർക്കാണ് അധികം തേജസ്സിലേക്ക് വർദ്ധിച്ചു വരാനായിട്ട് പറ്റുക. അപ്പോൾ ഇവിടെ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതി 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുൾ ചെയ്യുന്നത്. അപ്പോൾ 7 നക്ഷത്രമെന്നും 7 പൊൻ നിലവിളക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണെന്ന് അവിടെ തന്നെ പിന്നീട് താഴ്ത്തിക്ക് വരയ്ക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ മുകളിൽ കാണാം നമുക്ക്, എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിൻ്റെ വിവരം എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളതിനെ പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സഭകളുടെ നടുവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ, ഈ സഭ എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ജീവനെ നൽകി വീണ്ടെടുത്ത ഒന്നാണ് എന്ത് സഭ എന്ന് പറയുന്നത്. തൻ്റെ ജീവനെ എന്ത് ചെയ്തു? മറുവിലയായി കൊടുത്തിട്ട് വീണ്ടെടുത്തവരുടെ കൂട്ടമാണ് എന്ത്? സഭ എന്ന് പറയുന്നത്. അപ്പോൾ ആ സഭയെ എല്ലായ്പ്പോഴും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സഭ ഒരു കുറവുകളില്ലാത്തൊരു കൂട്ടമായിരിക്കണം. ക്രിസ്തുവാകുന്ന തലയോട് ചേർന്നാണ് ഈ സഭയിലേക്ക് വരുന്ന ഓരോ വ്യക്തികൾ ഇരിക്കേണ്ടത്. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ ഏറ്റവും നന്നായി ഫങ്ഷൻ ചെയ്യുന്നത് പോലെ ആ ക്രിസ്തുവാകുന്ന തലയോട് ചേർന്നിരിക്കുന്ന ഈ ലോകത്തുള്ള ഏത് വ്യക്തികളായിക്കോട്ടെ എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ഓജസ്സും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിലുള്ള എല്ലാ ദിവ്യ സ്വഭാവങ്ങളും നിറയപ്പെട്ട് അങ്ങനെയുള്ളൊരു കൂട്ടം, എല്ലാ നിറവുമുള്ള ഒരു കൂട്ടത്തെ ചേർപ്പാൻ കർത്താവ് വേഗത്തിൽ വരും. അപ്പോൾ ഇവിടെ പറയാണ് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുൾ ചെയ്യുന്നു. അപ്പോൾ കർത്താവ് എപ്പോഴും നമ്മളെ കാണുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം. ഇന്നത്തെ പലർക്കും ആ ഒരു ബോധ്യമില്ല. നമ്മളെ കർത്താവ് കാണുന്നത്, അവൻ്റെ കണ്ണിനെ മറച്ചു വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവൻ എപ്പോഴും നമ്മളെ കാണുന്നു. നമ്മൾ ഓരോ പ്രവൃത്തികളിലും കർത്താവുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഫലം ചെയ്യും, അല്ലേ? പക്ഷെ കർത്താവ് നമ്മളെ കാണുന്നുണ്ടെന്നുള്ളൊരു ബോധ്യമുള്ളൊരു വ്യക്തി എപ്പോഴും എന്ത് ചെയ്യും? ആ ഒരു ബോധ്യത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ യോസഫിനെ നമുക്ക് ബൈബിളിൽ കാണാം. യോസഫ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അവനെ പാപം ചെയ്യാൻ വേണ്ടിയിട്ട് പോത്തിഫറിൻ്റെ ഭാര്യ പ്രേരിപ്പിച്ചപ്പോൾ അവൻ ആ പാപത്തിലേക്ക് വീഴാതെ അവനെ കാത്തത് എന്തായിരുന്നു? അവനോട് പറയുന്നുണ്ട്, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്, അല്ലേ? ദൈവം എന്നെ കാണുന്നുണ്ട്. ആ ദൈവം എന്നെ കാണുന്നു എന്നുള്ളൊരു ബോധ്യമാണ് ഒരു വ്യക്തിയെ പാപത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നത്? വിടുവിക്കുന്നത്. ദൈവഭയം, ദൈവത്തെ ഭയപ്പെടണം. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഇരുട്ടിൽ ചെയ്തത് വെളിച്ചത്തിൽ ഘോഷിക്കും, അല്ലേ? കാരണം എന്തിനാണ് അങ്ങനെ ഘോഷിക്കുന്നത്? കാരണം അത് ന്യായവിധിയെക്കുറിച്ചായി പറയുന്നത്.
അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്ന വ്യക്തികളായി തീരണം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി തീരണം, ദൈവത്തോട് മനുഷ്യരോട് നല്ല മനസ്സാക്ഷിയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി തീരണം എന്ന് പറയുന്നത് ആരും കാണുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് കാണുന്നൊരു ദൈവമാണ്. അതാണ് ഇവിടെ പറയുന്നത്, 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുൾ ചെയ്യുന്നത്. സഭ എന്ന് പറയുന്നത് ആരുടെയല്ല, ദൈവം തൻ്റെ പുത്രൻ്റെ ജീവനെ നൽകി വീണ്ടെടുത്തതാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ ആ സഭയുടെ മേൽ പൂർണ്ണ ഉത്തരവാദിത്വമുള്ളത് ദൈവത്തിനാണ്. ദൈവമാണ് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഭയുടെ ഭാഗമാകുന്ന ഓരോ വ്യക്തികളാകുന്ന നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, ഈ കർത്താവ് എല്ലായ്പ്പോഴും എന്നെ കാണുന്നതാണ്. അവരെ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണ്, അത് നോക്കി അവിടെ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ അവൻ്റെ കണ്ണ് കണ്ടോ, അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നു എന്നിവിടെ പറയുന്നുണ്ട്. അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത് കണ്ടോ. അതിൻ്റെ 14-ാമത്തെ വാക്യം പറയണം, അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത് കണ്ടോ. കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ്റെ കണ്ണ് എല്ലായ്പ്പോഴും നമ്മളെ കാണുന്നു. നമ്മൾ മനുഷ്യ പുറമേ ഉള്ളതിനെ നോക്കുമ്പോൾ ദൈവം ഹൃദയത്തെയും അന്തരേന്ദ്രിയത്തെയും ഉൾപ്പൂകളെയും ചിന്തകൾക്ക് പിമ്പിലുള്ള ഉദ്ദേശത്തെയും കാണുന്ന കണ്ണാണെന്നാണ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്ന് ഈ ദൈവത്തിൻ്റെ കണ്ണ് ഒരു വ്യക്തിക്ക് കാണണമെങ്കിൽ വചനത്തിലേക്ക് വരണം. വചനത്തിലേക്ക് നോക്കുമ്പോഴാണ് ആ വചനം നമ്മളെന്ത് ചെയ്യും? ഉറ്റുനോക്കും. വചനം നമ്മളിലുള്ള കുറവുകളെ കാണിച്ചു തരും. മനസ്സിലായോ? ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളത്, ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും, ആത്മാവിനെയും പ്രാണനെയും സന്ധിപഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാകുന്നു. അവൻ്റെ കണ്ണിന് മുൻപിൽ കണ്ടോ. അപ്പോൾ വചനം എന്തായി? ദൈവത്തിൻ്റെ കണ്ണായും അവൻ്റെ കണ്ണിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമാകുന്നു. ആ ദൈവമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. അപ്പോൾ ആ ദൈവമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നടക്കുന്നതാണ്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്തു. നീ പറയാം, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും എല്ലാം അറിയുന്നു. കേട്ടോ, നിന്റെ പ്രവൃത്തി നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാന്നുള്ളതല്ല. ദൈവവചനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് അല്ല. മറിച്ച് ദൈവവചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എന്ത്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം അല്ലേ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യണം. അതാണ് യേശു കർത്താവ് ചെയ്തത്. ഞാൻ എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണമെന്ന് എൻ്റെ പിതാവ് അറിയിക്കുന്നു. ആ പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മളും. പുത്രനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ എപ്പോൾ, എങ്ങനെ, ഏത് സമയത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന് 10-ാം വാക്യം വായിച്ച് നമുക്കത് വ്യക്തമായിട്ട് ബോധ്യമാകും. സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു, നാം ചെയ്തു പോരേണ്ടതിനെ ദൈവം അവ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ അതന്നെ എവിടെയും പറയുന്നുണ്ടോ, ഞാൻ നിന്റെ പ്രവൃത്തി. അപ്പോൾ എൻ്റെ ഓരോ പ്രവൃത്തികളും ഈ മുൻ നിയമിച്ച പ്രവൃത്തികളാണോ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തന്നെ ശോധന ചെയ്യണം. എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതാന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ പ്രവൃത്തി ഈ ദൈവം നിശ്ചയിച്ചതുപോലുള്ള പ്രവൃത്തികളാണോ? മനസ്സിലായോ? അതിന് വിരുദ്ധമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ പ്രവൃത്തി ദൈവം അറിയുന്നുണ്ട്, പക്ഷെ എനിക്ക് പ്രതിഫലം ഉണ്ടാകില്ല. മനസ്സിലായോ? അതിനാണ് മത്തായിയുടെ സുവിശേഷത്തിൽ അവർ കുറേ പ്രവർത്തിച്ചു, ആ പ്രവൃത്തി ദൈവം അറിഞ്ഞു, പക്ഷെ അതിന് പ്രതിഫലം കിട്ടത്തക്ക രീതിയിൽ അവൻ്റെ മുമ്പിൽ അതിനെന്തുണ്ടായില്ല? സ്വീകാര്യത ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ പറയും നിന്റെ പ്രവൃത്തി, അടുത്ത് നിന്റെ പ്രയത്നം. അപ്പോൾ ഈ പ്രവൃത്തിക്കുള്ള പ്രയത്നം, ഈ പ്രവൃത്തിക്ക് വേണ്ടിയല്ലേ പ്രയത്നിച്ചത്. അപ്പോൾ പ്രയത്നം എന്നതിനെടുത്ത് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഈ പ്രയത്നം അത് നിന്റെ സ്വയമായിട്ടുള്ള ഒരു വില്ലിൽ നിന്നും വന്ന പ്രയത്നമാണോ, അതോ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവനാകുന്നു, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയുന്ന പ്രയത്നമാണ്. അതായത് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിനായിട്ട് എന്നെ സഹായിക്കുന്ന ആരാണ്? എൻ്റെ കർത്താവാണ് സഹായിക്കുന്നത്. കർത്താവാണ് എന്നെ ബലപ്പെടുത്തുന്നത്. അവനാണ് എന്നെ ആവശ്യമായിട്ടുള്ള രീതിയിൽ കൃപ പകരുന്നത് അല്ലേ. അതാണ് ഈ കൃപ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം എന്ന് പറഞ്ഞാൽ നിന്റെ പ്രവൃത്തിക്ക് വേണ്ടുന്ന അല്ലേ, നിന്റെ പ്രവൃത്തിക്ക് പ്രയത്നിക്കാൻ ആവശ്യമായിട്ടുള്ള കൃപയും ശക്തിയും അതിനാവശ്യമായിട്ടുള്ള ഓജസ്സും ജ്ഞാനവും അതിനാവശ്യമായിട്ടുള്ള എല്ലാ നന്മകളെല്ലാം തരുന്ന ആരാണ്? കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തിന് എന്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ? നമുക്ക് മഹത്വം കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ സ്വയത്തിൽ, നമ്മളുടെ കഴിവിൽ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ എപ്പോഴും നമുക്ക് മഹത്വം എടുക്കാനായിട്ടുള്ളൊരു പ്രവണത ഉണ്ടാവും. എന്നാൽ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്ത് പറയും? കർത്താവേ, അങ്ങേക്ക് മഹത്വം, കർത്താവെ എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു എന്ന് പറയുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. അത് പറയണം. അപ്പോൾ നിന്റെ പ്രയത്നം, നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം. അടുത്തത് സഹിഷ്ണുത. മനസ്സിലായോ? ഇന്ന് പലതും നമ്മൾ
ദൈവകൃപയിൽ ആശ്രയിച്ചും കൊണ്ട് പ്രവർത്തിക്കും. പക്ഷെ തുടർമാനമായി പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും എന്തുണ്ടാവത്തില്ല? സഹിഷ്ണുത ഉണ്ടാവത്തില്ല. മനസ്സിലായോ? അപ്പോൾ തുടർമാനമായി പ്രവർത്തിക്കണം, കർത്താവ് വരുന്നത് വരെ പ്രവർത്തിക്കണം, ദൈവകൃപയിൽ ആശ്രയിച്ചും കൊണ്ട് പ്രയത്നിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതിന് ഇങ്ങനെയുള്ള ഒരു തലത്തിലോട്ട് പോകുമ്പോഴാണ് ഒരു വ്യക്തിക്ക് എന്തുണ്ടാകുന്നത്? സഹിഷ്ണുത ഉണ്ടാകുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടെ പറയാണ്ടോ സഹിഷ്ണുത. ഇത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പറയുമ്പോൾ പറയണം ഞാൻ അറിയുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് സഹിഷ്ണുത ഉണ്ടാകണമെങ്കിൽ ദൈവവചനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഉണ്ടാകുന്ന ഒരു സഹിഷ്ണുതയല്ല, നമ്മുടെ വിൽ പവറിലുള്ള സഹിഷ്ണുതയല്ല. നമുക്കെല്ലാവർക്കും എന്തുണ്ട്? ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള വിൽ പവർ ഉണ്ട്. ആ വിൽ പവറിൽ സഹിഷ്ണുതയുണ്ട്. പക്ഷേ ദൈവവചനത്തിന്റെ അനുസരണം ഒരു വ്യക്തിയിൽ ഉളവായി വരേണ്ടത് വിൽ പവറിൽ നിന്നല്ല, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. ദൈവകൃപയിൽ ആശ്രയിച്ചും കൊണ്ട് ഒരു വ്യക്തി ഓരോ കാര്യങ്ങളും തുടർമാനമായി ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന അവന്റെ സ്വയത്തെ പൂർണ്ണമായിട്ടും തകർത്ത് കളയാണ് ചെയ്യുന്നത്. എൻ്റെ ഇഷ്ടങ്ങളല്ല ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ദൈവം പറഞ്ഞ കാര്യം ദൈവം പറഞ്ഞ സമയത്ത് ദൈവത്തോട് ചേർന്ന് ചെയ്യുമ്പോൾ അവിടെ എനിക്ക് ഉണ്ടാകുന്ന ഒന്നാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെയാണ് പറയുന്നത് കാരണം മറ്റുള്ളവരുടെ നിന്ന പരിഹാസങ്ങളൊക്കെ ഉണ്ടാകാം ഒരുപക്ഷെ. മനസ്സിലായോ? കാരണം നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നില്ല, അല്ലെ? ദൃഷ്ടി സേവകളാൽ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല. അപ്പോൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാവും. പക്ഷെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുമ്പോൾ മനുഷ്യർ പ്രസാദിക്കണമെന്ന് നിർബന്ധമില്ല. അത് നമുക്ക് കഷ്ടതയായിരിക്കും. പക്ഷെ ആ കഷ്ടതയാണ് ഒരു വ്യക്തിയിൽ എന്തുണ്ടാകുന്നത്? സഹിഷ്ണുത. കഷ്ടതയാണ് സഹിഷ്ണുത ഉണ്ടാകുന്നത്. അപ്പൊ സഹിഷ്ണുത ഉണ്ടാക്കുന്ന പറയുമ്പോൾ എങ്ങനെയാണ് കഷ്ടത എന്ന് മനസ്സിലാക്കണം. ചുമ്മാ കഷ്ടതയല്ല, എന്തെങ്കിലും കയ്യിലിരിപ്പോണ്ട് വരുന്ന കഷ്ടതയെ കുറിച്ചല്ല ഈ പറയുന്നത്. ദൈവഹിതം തുടർമാനമായി ചെയ്യുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും? അവനുണ്ടാകുന്ന കഷ്ടതയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം, നിന്റെ സഹിഷ്ണുത. കണ്ടോ? ഒരു ദൈവവൈതലിന് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് എന്ത്? സഹിഷ്ണുത എന്ന് പറയുന്നത്. പലപ്പോഴും പലരും കുറേ നാളുകളൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്ത് സഹിഷ്ണുത നഷ്ടപ്പെട്ടു പോകും. യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പത്രോസ്, അല്ലെ? പത്രോസ് എപ്പോഴും എടുത്തു ചാടി ഒരു കാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾ ഒറ്റിക്കൊടുക്കും, തള്ളിപ്പറയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് എന്ത്? ഇന്ന് കോഴി 2 വട്ടം കൂവുന്നതിന് മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളി പറയുന്നു. ഇല്ല, ഞങ്ങൾ ഒരിക്കലും തള്ളി പറയില്ല. നമ്മൾ മാത്രമല്ല, എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും തള്ളി പറയത്തില്ല. അപ്പൊ ഈ തള്ളിപ്പറഞ്ഞ പത്രോസ് അവിടുന്ന് നമുക്കറിയാം, പിന്നീട് പത്രോസ് അവിടുന്ന് മാറിപ്പോയി. യേശു ഒന്ന് പത്രോസിനെ തിരിഞ്ഞു നോക്കി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. കോഴി കൂവിയപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, ഈ വളരെ കർത്താവിനോട് ചേർന്ന് നടന്ന പത്രോസ്, യേശു കർത്താവ് മരിച്ചു, യേശുവിനെ അടക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് നമ്മൾ പത്രോസിനെ കാണുന്നത് പത്രോസ് മീൻ പിടിക്കാൻ പോകുന്ന, അല്ലേ? പത്രോസ് പറയുന്നുണ്ട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, മറ്റുള്ളവരും പറയുന്നുണ്ട് ഞങ്ങളും വരുന്നു. പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ള ഒരു അരക്ഷിതാവസ്ഥയാണത്. അതുവരെ കർത്താവ് ഉണ്ടായിരുന്നു, അപ്പം കൊടുത്തിരുന്നു, കർത്താവ് അത്ഭുതം ചെയ്തിരുന്നു, അല്ലേ? പക്ഷെ ഇപ്പൊ കർത്താവ് മരിച്ചു, അടക്കി, ഇനി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു ഇതില് പത്രോസ് എന്താ ചെയ്യുന്നത്? പിന്നീട് പറയാം ഞാൻ മീൻ പിടിക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ ഒരു നിരാശയും സങ്കടവും കുറ്റബോധവും എല്ലാം ഉണ്ട് അതില്. മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയുമില്ല. മനസ്സിലായോ? അപ്പോ ഇവിടെ പറയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഈ പറയുന്ന നമ്മൾ കർത്താവിന്റെ ഹിതം 1 ദിവസം 2 ദിവസം 3 ദിവസം 4 ദിവസം ഒക്കെ ചെയ്ത് കർത്താവ് ഇന്ന് വരും നാളെ വരുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പലപ്പോഴും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് അവിടെ പറയുന്നത്, അവിടെയാണ് ഈ സഹിഷ്ണുത ഉണ്ടാവുന്നത്. പക്ഷേ ഇങ്ങനെ ആ പത്രോസിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ എന്താണെന്ന് കർത്താവ് നേരത്തെ പത്രോസിന് വെളിപ്പെടുത്തിയിരുന്നു, അല്ലേ? മാത്രമല്ല അവിടെ നിങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ 10 മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ആണെന്നാണ് തോന്നുന്നത്. ഞാൻ സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, മത്തായിയുടെ സുവിശേഷത്തിലല്ല അത്. അപ്പോ
നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും. ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു അധികാരം ദൈവസഭയെ പണിയുവാനും ഒരുക്കുവാനും അതിൻ്റെ തുടക്കക്കാരനായിട്ട് അത് സ്ഥാപിക്കത്തക്ക രീതിയിൽ ഉള്ള വലിയൊരു അധികാരം ദൈവം പത്രോസിന്റെ മേൽ പകരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഈ പത്രോസാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? പത്രോസ് എന്ത് ചെയ്യാണ്? പത്രോസ് ഇവിടെ മീൻ പിടിക്കാൻ പോകുന്നു, ക്ഷീണിതനായിരിക്കുന്നു, തളർന്നിരിക്കുന്നു. പക്ഷെ കർത്താവ് വന്നിട്ട് ആ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തി അവൻ്റെ ഉള്ളിലുള്ള കുറ്റബോധവും നിരാശയൊക്കെ മാറ്റി അവൻ ആ ദൈവിക പദ്ധതിയിലേക്ക് 16-ാം അധ്യായത്തിൽ, ഓക്കെ അത് വായിച്ച്, ഒരു 16-ാം അധ്യായത്തിൽ അതിൻ്റെ പത്രോസ് 18-ാം വാക്യം, 16-18. അതിൻ്റെ ഒരു മിനിറ്റ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു. അപ്പൊ അതിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ, 15 തൊട്ടൊന്ന് വായിച്ചേ. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഒരു വലിയ മർമ്മം ദൈവം പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തതായി പറയുന്നത്. കാരണം മുകളിൽ ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണെന്ന് പറയുന്നത്. അപ്പൊ ചിലർ പറഞ്ഞ സ്നാപക യോഹന്നാനാണ്, ചിലർ പറഞ്ഞ ഏലിയാവാണ്, ചിലർ ഇരമ്യാവാണ്, പ്രവാചകന്മാരിൽ ഒരുത്തനാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ദൈവം പെട്ടെന്ന് പത്രോസിന് ഒരു വലിയ ഒരു റെവലേഷൻ കൊടുക്കുകയാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അഥവാ മശിയ, മാനവരാശിയെ വീണ്ടെടുക്കുവാനെന്ന വീണ്ടെടുപ്പുകാരനാണെന്നുള്ളൊരു വലിയ മർമ്മം വെളിപ്പെടുത്തുകയാണ്. 17-ാം വാക്യം. യേശു അവനോട് ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. അപ്പൊ വെളിപ്പെടുത്തലുകൾ അഥവാ വെളിപ്പാടുകൾ ജഡരക്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നതല്ല, ബുദ്ധിയിൽ ലഭിക്കുന്ന ഒന്നല്ല. ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ ഒരു വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ ആര് വെളിപ്പെടുത്തണം? സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തണം. അത് ബുദ്ധിയിൽ പഠിക്കാൻ പറ്റുന്ന സംഭവമല്ല. നമുക്ക് ദൈവവചനം വായിക്കാം, പക്ഷേ ഓരോ വചനത്തിന്റെയും മർമ്മങ്ങളെ ആരെ വെളിപ്പെടുത്തി തരുന്നത്? സ്വർഗമാണ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, പിതാവിനാൽ ആകർഷിക്കാതെ ആരും പുത്രനെയും, പുത്രൻ വെളിപ്പെടുത്താതെ പിതാവിനെയും അറിയത്തില്ല. അപ്പൊ പുത്രനെ ആര് വെളിപ്പെടുത്തി? കേട്ടോ, സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി. എന്ത് വെളിപ്പെടുത്തി? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ആർക്ക് വെളിപ്പെടുത്തി? പത്രോസിന് വെളിപ്പെടുത്തി. എന്നിട്ട് പറയാണ്, നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയും. കേട്ടോ, നീ പത്രോസാണ്. ഈ പാറമേൽ എന്ന് പറഞ്ഞ ക്രിസ്തുവാകുന്ന പാറമേൽ, ക്രിസ്തുവാണ് പാറ, അല്ലാണ്ട് പത്രോസ് അല്ല പാറ. ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും സാധിക്കത്തില്ല. അപ്പോൾ ക്രിസ്തുവാകുന്ന പാറമേൽ സഭയെ പണിയുന്ന അതിന്റെ തുടക്കക്കാരനായി നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ, ക്രിസ്തുവാകുന്ന ഈ പാറമേൽ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇനി 19-ാമത്തെ വാക്യം. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അപ്പൊ ഒരു വലിയൊരു അധികാരം കൊടുക്കുകയാണ്. കാരണം ഈ അധികാരം കിട്ടാനായിട്ട് ആവശ്യമായ കാര്യക്രമീകരണങ്ങളെല്ലാം ആര് ചെയ്യാണ്? പുത്രൻ ചെയ്യാണ്. ഈ അധികാരം എങ്ങനെ കിട്ടുന്നത്? ഇത് പിശാചിന്റെ കയ്യിലായിരുന്നു. എന്നാൽ പുത്രൻ തൻ്റെ ജീവനെ നൽകി ആ അധികാരങ്ങളെല്ലാം അവിടെ നിന്ന് മാറി, അവൻ്റെ നിന്ന് മാറി വാങ്ങി ഇവിടെ കൊടുക്കുകയാണ്. ഈ അധികാരത്തെ റിസ്റ്റോർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ എന്ത് കാണുന്നത്? ഈ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണുന്നത്. മനസ്സിലായോ? എന്നിട്ട് അപ്പസ്തോല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഒരു വലിയ ദൈവിക പദ്ധതി പത്രോസിൽ കൂടി നിറവേറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്നല്ല അല്ലേ? അപ്പോൾ അപ്പസ്തോല പ്രവൃത്തികളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നിവൃത്തിയാകുന്നതെന്ന് കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ 36-ാം വാക്യം എന്ന് വായിക്കുമ്പോൾ, 36-ാം, അതായത് 2-ാം അധ്യായത്തിൻ്റെ ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളണം. അപ്പൊ ഇവിടെ ഒരു സമയത്ത് തള്ളിപ്പറഞ്ഞ് ഭയപ്പെട്ട് ഓടിപ്പോയ പത്രോസിനെ ദൈവം എന്ത് ചെയ്തു? അവനെ ശക്തിപ്പെടുത്തി. മനസ്സിലായോ? അവന് ദൈവത്തിന്റെ ആ ശക്തി കിട്ടിയപ്പോൾ പറയാം, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം, നിങ്ങൾ ക്രൂശിച്ച, അല്ലെ, അവരോട് പറയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചു.
പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് പത്രോസ് പറയത്തക്ക രീതിയിൽ പത്രോസിലെ ഒരു വലിയ മാനസാന്തരം ഇവിടെ ആര് കൊടുത്തു? ദൈവം കൊടുത്തു. പത്രോസ് കുറ്റബോധത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഈ അധികാരത്തോട് പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, പത്രോസെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ വലിയൊരു ദൈവിക പദ്ധതി പത്രോസിന്റെ മേലുള്ളത് കണ്ട് ദൈവം അതിലേക്ക് പത്രോസിനെ നയിക്കുമ്പോൾ പിശാച് എന്ത് ചെയ്യണം? അവനെ അതിൽ നിന്ന് മാറ്റി കൊണ്ടുപോകും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കിയ ഈ പൗലോസിനോട് കൂടെ നടന്ന പലരും പൗലോസിൽ നിന്നൊക്കെ അകന്നു പോയിട്ടുണ്ട്, അല്ലെ? ദേമാസൊക്കെ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടു പോയി. യേശുവിന്റെ കൂടെ നടന്ന യൂദയെ കുറിച്ചൊക്കെ എല്ലാവരെ കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ടായിരുന്നു. പക്ഷെ ദ്രവ്യാഗ്രഹത്താൽ യൂദ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. ഈ പത്രോസും അതുപോലെ നഷ്ടപ്പെട്ടു പോവേണ്ടതായിരുന്നു. പക്ഷെ ആ കർത്താവ് പറയും, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ ഒരു ദിവസം മടങ്ങി വരും. ആ മടങ്ങി വരാൻ വേണ്ടിയിട്ട് കർത്താവ് തന്നെ അവന്റെ അടുക്കൽ ചെന്ന് അവനെ കൊണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. ഞാനിതൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ സഹിഷ്ണുത എന്ന് പറയുന്ന ഒരു കാര്യം കർത്താവിനെ പിൻപറ്റുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായോ? കാരണം നമ്മൾ അനേകം കഷ്ടങ്ങളിൽ കൂടി നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അല്ലെ? ദൈവവചനം മുറുകെ പിടിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്ക് കഷ്ടമുണ്ട്. നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കഷ്ടതയല്ല യഥാർത്ഥത്തിലുള്ള കഷ്ടത എന്ന് പറയുന്നത് വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുള്ള ഞെരുക്കങ്ങൾ, ഇല്ലായ്മകൾ, നിന്ന, പരിഹാസം, ഒറ്റപ്പെടലുകൾ. കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പല രീതിയിലുള്ള വിഷയങ്ങൾ കൂടി കടന്നു പോകും. എന്നാൽ അവിടെ എല്ലാം ദൈവം കൃപ പകരും. ആ കൃപയാണ് ഒരു വ്യക്തിയെ കർത്താവിനെന്നവണ്ണം പ്രയത്നിക്കാനായിട്ട് സഹായിക്കുന്നത്. മനസ്സിലായോ? ഇതിനാണ് ഈ സഹിഷ്ണുത ഓരോ സാഹചര്യങ്ങളുടെ നടുവിൽ പല സാഹചര്യത്തിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവവചനത്തിന്റെ അനുസരണം നമ്മളിലൂടെ ഉളവായി വരാനായിട്ട് കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കും. അവിടെ ആ വ്യക്തിക്ക് എന്തുണ്ടാകും? സഹിഷ്ണുത ഉണ്ടാകും. മനസ്സിലായോ? അതുകൊണ്ടാണ് വചനം പറഞ്ഞ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നതെന്ന് അറിഞ്ഞ് കഷ്ടങ്ങളിൽ സന്തോഷിക്കണം. കാരണം കഷ്ടങ്ങളിൽ കർത്താവ് ഏറ്റവും അടുത്ത തുണയാണ്. അപ്പൊ ഈ ഏത് സാഹചര്യം കൂടി കടന്നു പോയാലും കർത്താവ് അടുത്ത തുണയാണ്. അപ്പൊ ഈ സഭയോട് അത് പറയാണ്. ഇനി തുറന്നു പറയാ, സഹിഷ്ണുതയുള്ളതും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവവചനത്തെ മുറുകെ പിടിച്ച് ദൈവവഴി നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ വചനത്തിൽ നിന്നും മാറിപ്പോകുന്നത് കാണുമ്പോൾ വലിയ സങ്കടം വരും. അതാണ് കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തതും. ഇനി പറയാം, അപ്പസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്കൊരു വ്യക്തിയെ ഏത് വൃക്ഷത്തെയും വരം കൊണ്ടല്ല ഫലം കൊണ്ടാണ് അറിയുന്നത്. അപ്പൊ അപ്പസ്തോലനാണെന്നൊരു വ്യക്തി പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അവർ യഥാർത്ഥത്തിലുള്ള അപ്പസ്തോലന്മാരാണോ എന്ന് അറിയാനായിട്ട് അവരെ പരീക്ഷിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ദ്രവ്യാഗ്രഹമോ അല്ലെങ്കിൽ അവരുടെ വ്യാജമോ ലോകമോഹമോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവര് യഥാർത്ഥത്തിലുള്ള അപ്പസ്തോലന്മാരല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും, അല്ലെ? അപ്പസ്തോലന്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ അപ്പസ്തോല പ്രവൃത്തികളൊക്കെ വായിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പസ്തോലന്റെ ക്വാളിറ്റി എന്താ? സഹിഷ്ണുതയാണ് അപ്പസ്തോലന്റെ യഥാർത്ഥത്തിലുള്ള ക്വാളിറ്റി. പൂർണ്ണ സഹിഷ്ണുത. അപ്പസ്തോലൻ പൗലോസ് പറയുന്നുണ്ട്, അപ്പസ്തോലന്മാരുടെ ആ ക്വാളിറ്റി എന്ന് പറയുന്നത് പൂർണ്ണ സഹിഷ്ണുതയോട് വെളിപ്പെട്ടു വന്ന് നിങ്ങൾക്ക്, ഞങ്ങളിൽ കൂടി വെളിപ്പെട്ടു വന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോ ഇവിടെ പറയാണ്, കണ്ടോ, അപ്പസ്തോലന്മാരല്ലാതിരിക്കുക അപ്പസ്തോലൻ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. അടുത്ത് 3-ാമത്തെ വാക്യം, നിനക്ക് സഹിഷ്ണുതയുള്ളത്. വീണ്ടും പറയാം സഹിഷ്ണുത. അപ്പൊ സഹിഷ്ണുത എന്ന് പറയുന്ന ഒരു ദൈവപൈതലിന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. കാരണം സഹിഷ്ണുത ഇല്ലാത്തൊരു വ്യക്തിക്ക് തുടർമാനമായിട്ട് ഒരു എന്താ പറയാ ആത്മഫലം പുറപ്പെടുവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. സഹിഷ്ണുത ഇല്ലെങ്കിൽ സ്നേഹം ഉതിർന്നു പോകും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് വേണ്ട സഹിഷ്ണുതയിൽ കൂടിയാണ് ഉതിർന്നു പോകാത്ത സ്നേഹവും നിർമ്മലമായുള്ള ഒരു മനസാക്ഷിയും ഒക്കെ ഒരു വ്യക്തിക്ക് ഉളവായി വരുന്നത് സഹിഷ്ണുതയിൽ കൂടിയാണ്. മനസ്സിലായോ? അപ്പോൾ പറയാം, എൻ്റെ സഹിഷ്ണുതയും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും. അപ്പൊ കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുണ്ട്? പലതും സഹിക്കേണ്ടതായിട്ട് വരും, അല്ലേ? അപ്പോ ഇവിടെ പറയണം, നീ സഹിച്ചതും. അടുത്തത്, തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പോൾ ഈ പല സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ
ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ വചനം എന്താ പറയുന്നത്? എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അവിടുത്തെ ശക്തി തളർച്ചയിൽ ശക്തിപ്പെടുത്തും. ബലഹീനത പറഞ്ഞാൽ തളർച്ചയാണ്. നീ തളർന്നു പോകുന്നില്ല. എന്താ കാരണം? ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ കൃപ എല്ലാം ദൈവം ചെയ്യും, പകരും. അതുകൊണ്ട് പറയുന്നത് തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഇനി പറയുന്നൊരു കാര്യം നോക്കണം, ശ്രദ്ധിച്ച്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഓട്ടം സ്ഥിരതയോടെ ഓടുന്നതിൽ പാളിച്ചകൾ വരുന്നതിനാണ് ഈ എന്ത് പറയുന്നത്, ആദ്യ സ്നേഹം വിട്ടുപോയി എന്ന് പറയുന്നത്. കുറച്ചൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സംഭവം ഫീൽ ചെയ്യാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, കണ്ടോ, നിന്റെ ആദ്യ സ്നേഹം അവസാനത്തോളം എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. മനസ്സിലായി? എന്നാലാണ് നമ്മൾ അവൻ്റെ ഭവനക്കാരായിട്ട് എന്ത് ചെയ്യുന്നത്, തീരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും പിശാച് പല തന്ത്രങ്ങളിൽ കൂടി ഇപ്പം പലരും നമ്മൾ കാണുന്ന ശുശ്രൂഷകന്മാരെ പലർക്കും പല ട്രോഫികൾ കൊടുക്കുന്നു, മെമൻറ്റോസ് കൊടുക്കുന്നു, ഒക്കെ കൊടുക്കുമ്പോൾ അവരെ ആ സ്ഥിരതയിൽ നിന്നും പതുക്കെ എന്ത് ചെയ്യാണ്, മാറ്റിക്കളയാൻ വേണ്ടി പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ഒരു വ്യക്തികളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ കർത്താവിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. കർത്താവാണ് നമ്മുടെ പ്രതിഫലം, അല്ലേ? അവൻ എൻ്റെ മറവിടവും എൻ്റെ പ്രതിഫലവുമാണ്. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറയാണ്. കർത്താവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത്. അവൻ സകലത്തിനും മതിയായവനാണ്. എന്നിട്ട് പറയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കൂ, നീ ഏതിൽ നിന്നും എവിടെയോ വീണുപോയി. എഫേസ്യർ ലേഖനത്തിൽ 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യം. അവിടെ ഒരു കാര്യം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. എഫേസ്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം അവിടെ പറയാണ്, ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്യും. അപ്പൊ എവിടെ ഇരുത്തിയിരിക്കുന്നത്? നമ്മളെവിടെ ഇരുത്തിയിരിക്കുന്നത്? സ്വർഗസ്ഥലങ്ങളിൽ. ക്രിസ്തു യേശുവിൽ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ വീണുപോയെന്നാണ്. എവിടുന്ന് വീണുപോയത്? സ്വർഗസ്ഥലങ്ങളിൽ നിന്നാണ് വീണുപോകുന്നത്. അപ്പൊ ഈ വീഴ്ത്തിയത് ആരായിരിക്കും? ഒരു വ്യക്തി വീഴ്ത്തിയെങ്കിൽ ആരായിരിക്കും വീഴ്ത്തിയത്? വീണുപോയ, ഈ സ്വർഗത്തിൽ നിന്നും തള്ളിക്കളഞ്ഞ് വീണുപോയ ദൂതന്മാർ ഇപ്പൊ എവിടെയുണ്ട്? ഈ ഭൂമിയിലുണ്ട്. അവരാണ് ഈ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയ അതിനൊത്തവണ്ണം ജീവിക്കുന്നവരെ വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആരാ ശ്രമിക്കുന്നത്? ഈ വീണുപോയ ദൂതന്മാർ, അശുദ്ധാത്മാക്കൾ, ഭൂതാത്മാക്കൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നീ ഏതിൽ നിന്നും വീണിരിക്കുന്നു? നമ്മൾ എവിടെ ഇരുത്തിയിരിക്കുന്നത്? നമ്മൾ സ്വർഗസ്ഥലങ്ങളിൽ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ ഇരുത്തിയിരിക്കുന്നിടത്താണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. നമ്മളെ പദവി അതാണ്, നമ്മൾ ഇരുത്തിയിരിക്കുന്ന അവിടെയാണ്. അപ്പൊ വീണ് പോയെന്ന് പറഞ്ഞാൽ ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതാണ് ഈ പറഞ്ഞതിനർത്ഥം. ആ സ്വർഗീയമായ നമ്മൾ എവിടെയാണ് എയിം ചെയ്തിരുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കേണ്ടതിന് പകരം ആ ശ്രദ്ധ തിരിഞ്ഞുപോയി. അതാണ് വീണു പോകുന്ന പറയുന്നത്. അപ്പൊ ഈ ശ്രദ്ധ തിരിക്കാൻ ആരാണ്? പിശാചാണ് അതിന് കാരണം. മനസ്സിലായോ? സർവ്വലോക ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു, അല്ലെ? വീണുപോയ ദൂതന്മാർ, 1/3 ദൂതന്മാരെ വെട്ടി താഴേക്ക് ഇട്ടിട്ടുണ്ട്. ഇവരുടെ പരിപാടി എന്തുവാ? ഈ ദൈവഹിതത്തിലേക്ക് പോകുന്നവരെ എങ്ങനെയെങ്കിലും അവരുടെ അതിൽ നിന്നും മാറ്റുക, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക്, താൽക്കാലിക മോഹങ്ങളിലേക്ക്, നൈമിഷിക പാപമോഹങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കേട്ടോ, ഇവിടെ പറയും, ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്. അപ്പോൾ ഓർത്തുകൊണ്ട് മാത്രം കാര്യമില്ല, മാനസാന്തരപ്പെടണം, അല്ലേ? തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരത്തില്ല. അത് ഏറ്റുപറയണം, ഉപേക്ഷിക്കണം. ഏറ്റുപറച്ചിലുണ്ട് പലർക്കും, ഉപേക്ഷണമില്ല. ഉപേക്ഷണമില്ലാതെ ഒരിക്കലും വളർച്ച ഉണ്ടാകത്തില്ല. ഏറ്റുപറച്ചിലുകൊണ്ട് മാത്രം കാര്യമില്ല. കർത്താവ് പറയുന്നുണ്ട്, അങ്ങനെയുള്ളവരിൽ ദൈവത്തിന് പ്രസാദമില്ല. കർത്താവ് ക്ഷമിക്കും, തീർച്ചയായിട്ടും കർത്താവ് ക്ഷമിക്കും, പക്ഷെ അതിൽ പ്രസാദമില്ല. അപ്പോൾ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞ്, അല്ലേ? ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള ഒന്നിലോട്ട് നമ്മൾ പോരുത്. ദൈവമില്ലാത്ത കൂട്ടുകെട്ടുകൾ, ബന്ധങ്ങൾ, അതൊക്കെയാണ് ദൈവവചനം കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. ഇരുളും വെളിച്ചം തമ്മിൽ എന്ത് യോജിത, അല്ലേ? ബിലിയാമിനും ദൈവം തമ്മിൽ എന്ത് പൊരുത്തമുള്ളത്? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് പൊരുത്തം? നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അപ്പോൾ ആ കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ അതിനൊത്തവണ്ണമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നടക്കേണ്ടത്. ഈ ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നും നമ്മളെ വിടുവിച്ച് നമ്മളെ അബാപിതാവെന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നൽകി നമ്മൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്ന് വചനത്തിന്റെ ആത്മീയ മർമ്മങ്ങളെ വെളിപ്പെടുത്തി പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും വെളിപ്പാടിൽ ദൈവം നമ്മളെ
നമ്മൾ ആ ജീവിതം തുടങ്ങിയിട്ട് അതിൻ്റെ സമൃദ്ധിയിലേക്ക് വളർന്നു വരാം. ഇതാണ് ഈ പറഞ്ഞതിനർത്ഥം. മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തിയാന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് ചെയ്യുക, ആ നിത്യതയുടെ പ്രകാശനത്തിൽ ആ ടാർജറ്റ് എപ്പോഴും ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, വിശുദ്ധിയിൽ വളരാനുള്ളൊരു ആഗ്രഹം ഉണ്ടാകുക, വചനം അനുസരിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും, കയ്പിലോ പകയിലോ നീരസത്തിലോ വെറുപ്പിലോ സ്വയനീതിയിലോ പെട്ടു പോകാൻ ഇട കൊടുക്കുക. അതാണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞത്. എവിടെയാണ് വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടക്കണം. ഇത് കർത്താവ് ചെയ്യുന്നത്. അതൊരു വ്യക്തിപരമായിട്ട് നടക്കേണ്ട കാര്യം. എനിക്ക് വ്യക്തിപരമായിട്ട് ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിനെ സഹായിക്കാൻ പറ്റത്തുള്ളൂ, അതല്ലെങ്കിൽ സഹായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വീണിരിക്കുന്നൊരവസ്ഥയിൽ തുടരാൻ വേണ്ടി വീണുപോയ പിശാചും ദൂതന്മാരും പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കാതെ അത് ഏറ്റുപറഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ച് ആ പദവിക്കൊത്തവണ്ണം മുന്നോട്ട് പോകും. ഇതാണ് ഈ പറഞ്ഞത്. മനസ്സിലായോ? മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ, ആ അല്ലാഞ്ഞാൽ എന്ന് പറയുന്ന വാക്കിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഞാൻ വരികയും, കേട്ടോ, നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എന്താ പറഞ്ഞതിനർത്ഥം? നിലവിളക്ക് നീക്കുക എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആ വെളിച്ചം പെട്ടെന്ന് കെട്ടുപോയാൽ പിന്നെ ഇരുട്ടിലാവും. ഇരുട്ടിലായുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിട്ട് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കിയത് നമ്മളെ. ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി നടക്കാതിരുന്നാൽ ഈ വെളിച്ചം പോയാൽ പിന്നെയും ഈ ഇരുട്ടെന്ത് ചെയ്യും? ആ വ്യക്തിയെ പിടിച്ചുകൊണ്ട്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ വെളിച്ചമുള്ളയിടത്തോളം വെളിച്ചത്തിൽ തന്നെ നടക്കണം. ഇരുട്ടിൽ പോകുന്നവൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയുന്നില്ല. സദൃശവാക്യമൊക്കെ വായിക്കണം. അവിടെ ഭോഷനായ ഒരു വ്യക്തി ഇരുട്ടും അന്ധകാരമുള്ളൊരു സമയത്ത്, അല്ലേ, അവൻ ഇങ്ങനെ നടക്കുമ്പോൾ വേശ്യാവസ്ത്രം ധരിച്ചൊരു സ്ത്രീ ഉപായ രൂപേണ അവനെ വശീകരിച്ച് പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് കാണാനും പറ്റും. അപ്പോൾ വെളിച്ചത്തിൽ നിന്നും മാറിപ്പോയി ഇരുട്ടിലേക്ക് ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ നൈമിഷികമായിട്ടുള്ള മോഹങ്ങൾ, കാരണം ഈ ലോകത്തിൻ്റെ മോഹം എന്ന് പറഞ്ഞാൽ അതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. ഉപായ വസ്ത്രം ധരിച്ചൊരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് അവിടെ കാണാൻ നിങ്ങൾക്ക്, നമ്മൾ വിചാരിക്കുന്നത് എന്തുവാണെന്ന്. സംഭവം ഇതാണ്, വെളിച്ചത്തിൽ നിന്ന് മാറിപ്പോയി കഴിയുമ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗം, ലോകത്തിൻ്റെ മോഹം, ഇതെല്ലാം ആ വ്യക്തിയെ വശീകരിച്ച് പതുക്കെ ദൈവഹിതത്തിൽ നിന്ന് കൊണ്ടുപോകും. ഭയങ്കരമായിട്ട് വാക്കുകളാൽ എന്ത് ചെയ്യും? അവനെ രസിപ്പിക്കും. വായിക്കണോ അത് നമുക്ക്? സദൃശ്യവാക്യം അതിൻ്റെ വളരെ സദൃശ്യവാക്യം 7-ാം അധ്യായത്തിന് 1 മുതൽ വായിക്കുമ്പോൾ, വായിച്ചിട്ട് 7:1 മുതൽ, മകനെ എന്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു. കൽപ്പനകളെ ഉള്ളിൽ സംഗ്രഹിക്കുക, അതാണ് ദൈവഹൃദയത്തിലെ ആഗ്രഹം. അടുത്ത്, നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ കാത്തുകൊള്ളുക. അപ്പൊ നീ ജീവിച്ചിരിക്കണമെങ്കിൽ കൽപ്പനകളെ കാത്തുകൊള്ളണം, ഹൃദയത്തിൽ സംഗ്രഹിച്ച് കാത്തുകൊള്ളണം. അടുത്ത്, നിന്റെ വിരലിന്മേൽ അവയെ കെട്ടുക, ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക. എന്ന് പറഞ്ഞാൽ ഇത് ഹൃദയത്തിൽ വചനം ഐശ്വര്യമായി വസിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ സാഹചര്യങ്ങളുടെ നടുവിലും ഈ വചനം ഓർക്കാനായിട്ടാണ് ഈ പറയുന്നത്. അടുത്ത്, ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറയുക, വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്കുക. അതെന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറയപ്പെട്ട് നയിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് നമ്മൾ നടക്കണമെന്ന്. അവൻ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും കാക്കും. അപ്പൊ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തി പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കരവാക്ക് പറയുന്ന അന്യ സ്ത്രീയുടെ വശത്തു നിന്നും കാക്കും. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? നമ്മളെ ദൈവത്തിനായി വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകാനുള്ള സാധ്യതയുണ്ട് ഒരു വ്യക്തിക്ക്. എങ്ങനെയാണെങ്കിൽ വെളിച്ചത്തിൽ നിന്നും മാറി ഇരുളിലേക്ക് പോകുമ്പോൾ. അങ്ങനെ പോയാൽ, അടുത്ത വാക്യം നോക്കൂ, 6-ാം വാക്യം. ഞാൻ എന്റെ വീട്ടിന്റെ കിളിവാതിൽക്കൽ അഴിക്കിടയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു. ബോഷന്മാരുടെ ഇടയിൽ ഒരുത്തനെ കണ്ടു. യൗവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടു. യൗവനക്കാരുടെ ഇടയിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ. ഇത് പറയുന്നത് നമ്മൾ കർത്താവിൽ നിന്റെ യൗവനത്തിൽ, അതാണ് നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിയുക, ദൈവവചനത്തെ അനുസരിച്ച് നമ്മൾ നടക്കണം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പറയാണ്. ജ്ഞാനത്തെ ഒരു സ്ത്രീയായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അടുത്ത്, അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരവും ഉള്ള ഒരു രാത്രി. ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ട് അന്ധകാരമുള്ള രാത്രിയിൽ
അവരുടെ വീട്ടിന്റെ കോണിനരികെ വീതിയിൽ കൂടി കടന്ന് അവരുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു. എന്ന് പറഞ്ഞാൽ ഈ നിന്റെ നിലവിളക്ക് കെട്ടുപോയാൽ ലോകം പതുക്കെ 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 ഓരോ കാര്യങ്ങളിലോട്ട് വശീകരിച്ചുകൊണ്ട് പോകും. അതാണ് ഈ പറഞ്ഞതിനർത്ഥം. കണ്ടോ? എന്നിട്ട് പെട്ടെന്ന് ഇതാ വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടും ഉള്ള ഒരു സ്ത്രീ അവരെ എതിരേറ്റ്. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോയാൽ പെട്ടെന്നായിരിക്കും വരിക. മനസ്സിലായോ? ഈ അനർത്ഥം എപ്പോഴാണ് സംഭവിക്കുക? പെട്ടെന്ന് അനർത്ഥം സംഭവിക്കുന്നത് പോലെ ദൈവ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട് പറ്റില്ല എന്നേ പറഞ്ഞതിനർത്ഥം. അപ്പോൾ കണ്ടോ, ഇവിടെ നോക്കിയേ, ഈ വീട്ടിലേക്കുള്ള വഴിയെ നടന്ന് ചെല്ലുന്നു. അപ്പോൾ ദൈവഹിതത്തിൽ നിന്ന് ഒരു വ്യക്തി മാറി സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴേ കർത്താവ് എന്ത് ചെയ്യാണ്? തിരിക്കും അവനെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നീ ഏതിൽ വീണിരിക്കുന്ന നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞതിനർത്ഥം അതല്ലെങ്കിൽ പിശാച് എന്ത് ചെയ്യും? പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ലോകം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. വ്യാജത്തിലേക്ക്, കള്ളത്തരത്തിലേക്ക്, സ്വയനീതിയിലേക്ക്, മോഹങ്ങളിലേക്ക്, പാപത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ ജയിക്കണം. അപ്പോൾ ഈ പാപം വശീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. കണ്ടോ ഉപായം, ഹൃദയത്തിൽ ഉപായം പൂണ്ട്. അതാണ് പിശാചിന്റെ തന്ത്രം. ഹൃദയത്തിൽ ഉപായം ഉള്ളൊരു സ്ത്രീ അവനെതിരേറ്റു. അവൾ മോഹപരവശയും തന്നിഷ്ടക്കാരിത്തിയുമാകുന്നു, അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കുകയില്ല. ഈ പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ, മോഹപരവശ എന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക് നമ്മളെ വശീകരിച്ചു കൊണ്ടുപോകുന്ന സ്പിരിറ്റ്സ് ലോകത്തിൽ ഇഷ്ടംപോലെ ഉണ്ട്, പലതരത്തിൽ. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഏത് പാപം ചെയ്യാനുള്ള ആഗ്രഹമാണ് ഉള്ളത് എന്നുള്ളത് ഈ പുറത്തുള്ള ആത്മാക്കൾക്ക് അറിയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വെളിച്ചത്തിൽ നടന്നാൽ ഈ പാപത്തിന്റെ ശക്തികൾ ക്ഷയിക്കും. എന്നാൽ ഈ ഇരുട്ടിലേക്ക് പോകാനായിട്ട് ഒരു വ്യക്തി ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഈ പാപത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന മോഹത്തെ പുറത്തുള്ള ആത്മാക്കൾ വശീകരിച്ച് അതിലേക്ക് ചാഞ്ഞാൽ എന്ത് സംഭവിക്കും? കണ്ടോ, പെട്ടെന്ന് അത് ആ വ്യക്തിയെ പിടിക്കാനായിട്ട് ഇടയായിത്തീരും. അതാണ് പറയുന്നുണ്ടോ, തന്നിഷ്ടകാരിത്യമാകുന്നു, അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കുകയില്ല. ഇപ്പോൾ അവൾ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം, ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു. ഇതാണ് അതിൻ്റെയൊക്കെ പ്രത്യേകത. പതിയിരിക്കുന്നു. പെട്ടെന്ന് വചനത്തിൽ നിന്നും ലംഘനത്തിലേക്ക് കൊണ്ടുപോകുന്നു, കള്ളത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നു, വ്യാജത്തിലേക്ക് കൊണ്ടുപോകുന്നു, നുണയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ അറിയുന്നില്ല. എന്തറിയുന്നില്ല? ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോവുകയാണെന്നുള്ളത്. മനസ്സിലായോ? നമ്മൾ കർത്താവിൻ്റെ ആടുകൾ എന്നാണ് പറയുന്നത്, അല്ലേ? ആടുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയ്ക്ക് മേച്ചിൽ കൊടുക്കുന്നു, അവ എന്നെ പിൻപറ്റുന്നു, എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. മറിച്ച് ഈ ആട് ഇടയനെ അനുഗമിക്കാതെ മാറിപ്പോയാൽ അവൻ എന്ത് ചെയ്യും? അവൾ അവനെ പിടിച്ചു ചുംബിച്ചു, ലജ്ജ കൂടാതെ അവനോട് പറയുന്നത്, എനിക്ക് സമാധാനയാഗങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ എൻ്റെ നേർച്ച കഴിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു, നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വന്നു, നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക? ഭയങ്കര ഒരു സംഭവമായിട്ട് അവനെ ചിത്രീകരിക്കുകയാണ്. നീ ഭയങ്കര സംഭവമാണെന്ന് അവൻ്റെ സ്വയത്തെ എന്ത് ചെയ്യും? സ്വയത്തിൽ അവനെ ഭയങ്കര സംഭവമാണ്. നീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നാൽ മതിയോ? പ്രാർത്ഥന മാത്രം മതിയോ? കർത്താവ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കാലം എത്രയായി? ഈ ലോകത്ത് ദൈവം നമ്മൾ ആക്കിയിരിക്കുന്ന ഈ ലോകം അനുഭവിക്കാനല്ലേ? ലോകത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കണ്ടേ? ഇത് അനുഭവിച്ചില്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അവൻ എന്നാ ചെയ്യും? എന്നൊക്കെയുള്ള പല രീതിയിലുള്ള സംഭവം ഒരു വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന സംഭവത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ പറഞ്ഞതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയാം, ഞാൻ എൻ്റെ കട്ടിലിന്മേൽ പരവതാനികളും മിശ്രയും നൂൽ കൊണ്ടുള്ള വരിയൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു, മൂറും അകിലും ലവംഗവും കൊണ്ട് ഞാൻ എൻ്റെ മെത്ത സുഗന്ധമാക്കിയിരിക്കുന്നു. എന്നാൽ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തിലേക്ക് വശീകരിക്കുന്നതിനെയാണ് ഈ പറയുന്നത്. വരിക വെളുക്കുവോളം നമുക്ക് പ്രേമത്തിൽ രമിക്കാം, കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം. പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങളെ വർണ്ണിക്കുകയാണിത്. എന്നിട്ട് പറയാം, പുരുഷൻ വീട്ടിലില്ല, ദൂരയാത്ര പോയിരിക്കുന്നു, പണമടിശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട്, പൗർണമാസികയെ വീട്ടിൽ വന്നെത്തിയുള്ളൂ. ഇതൊക്കെ എന്തിനെ കാണിക്കുന്നതെന്നറിയാവോ? നമ്മളുടെ അകത്തിരിക്കുന്ന പാപത്തിൻ്റെ പ്രമാണങ്ങളെ എന്ത് ചെയ്യാണ്? പാപത്തിൻ്റെ പ്രമാണങ്ങളിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകാൻ ഒരു വ്യക്തിയുടെ അകത്ത് ഉണ്ടാകുന്ന സ്വയസംഭാഷണങ്ങളാണ്. മനസ്സിലായോ? എന്നിട്ട് പക്ഷേ ഇത് വരുമ്പോൾ നമ്മളെന്ത് പറയണം? ഇത് നമ്മൾ പാപത്തിൻ്റെ പാപവഴിയിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകാൻ നമ്മളെന്താ പറയേണ്ടത്? ഞാൻ കർത്താവിനെ വിളിച്ച് വേർതിരിച്ചവനാണ്, ഞാൻ കർത്താവിൻ്റെ മണവാട്ടിയാണ്. മനസ്സിലായോ? അവൻ എന്നെ വിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കുന്നത്, എൻ്റെ ജീവനെ നൽകി എന്നെ വീണ്ടെടുത്തിരിക്കുന്നത്, ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നവനാണ്. ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്തില്ല? പാപത്തിൻ്റെ താൽക്കാലിക ബോധത്തിലേക്ക് ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്തില്ല? വിടത്തില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ അകത്ത് എടുക്കണം. ഇനി താഴേക്ക് വരുമ്പോൾ പറയണം, കേട്ടോ,
മണിശീല കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ഏറിയ ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ച് അധരമാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു. അപ്പോൾ പാപം എപ്പോഴും എന്ത് ചെയ്യും? ദൈവവചനത്തിന്റെ ലംഘനത്തിലേക്ക് പോകാൻ പല വ്യക്തികളിൽ കൂടി നിർബന്ധിക്കുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. സാരമില്ലെന്നേ, ഒന്ന് തന്നെ കുഴപ്പം. അപ്പോൾ അതിൽപ്പെട്ട് ഈ നിർബന്ധത്തിൽ പെട്ട, അപ്പം ഞാൻ ആരാണ്, എൻ്റെ പദവി എന്താണ്, എന്നെ എവിടുന്ന് വീണ്ടെടുത്തിരിക്കുന്നത്, ഞാൻ എങ്ങോട്ടാണ് യാത്ര, ഈ കാര്യങ്ങളെല്ലാം മറക്കും പെട്ടെന്ന്. അതാണ് ഇവിടെ പറയുന്നത്. നിർബന്ധത്താൽ, കൂട്ടുകാരുടെ നിർബന്ധം, മറ്റു പലരുടെയും നിർബന്ധത്താൽ പാപത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ പറയാം, അറുക്കുന്നിടത്ത് കാളയും ചങ്ങലയിലേക്ക് ഭോഷനും പോകുന്നത് പോലെയും. കണ്ടോ എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് മരണത്തിലേക്കാണ് പോകുന്നത്. മനസ്സിലായോ? ഇത് തിരിച്ചറിയുന്നില്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. പക്ഷി ജീവഹാനിക്കെന്നറിയാതെ കെണിയിലേക്കും ബന്ധപ്പെടുന്നത് പോലെയും കരളിൽ അസ്ത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു. ആകയാൽ മക്കളെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. കണ്ടോ, എൻ്റെ വായിലെ വചനങ്ങൾ ശ്രദ്ധിപ്പിൻ. അപ്പൊ ഇപ്പോൾ മനസ്സിലായില്ല എന്താണ് തന്ത്രം എന്നുള്ള മനസ്സിലായോ? ദൈവവചനത്തിൽ നിന്നും മാറിപ്പോകുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന നമ്മളുടെ മനസ്സും അതിനെ വശീകരിക്കുന്ന ലോകത്തിന്റെ മോഹങ്ങളും ആ മോഹങ്ങളെ നിയന്ത്രിക്കുന്ന സാത്താനും അതിന്റെ വീണു പോയിട്ടുള്ള ദൂതന്മാരും ഒക്കെയാണ് ഈ പറയുന്നത്. മനസ്സിലായോ? ഇനി പറയാം, എൻ്റെ വാക്ക് കേൾപ്പി, നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത്, അവളുടെ പാതയിലേക്ക് നീ തെറ്റിച്ചെല്ലുകയും അരുത്. ശ്രദ്ധിച്ചേ, തെറ്റിച്ചെല്ലുകയും അരുത്. അപ്പൊ ഒരു വ്യക്തി എങ്ങനെ തെറ്റിച്ചെല്ലുക? കറക്റ്റായിട്ടുള്ള വഴി അറിയാത്തതുകൊണ്ട്. ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കണമെന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരകളെയും കോവർ കഴുതുകളെയും പോലെ ആവരുത്. കണ്ടോ, തെറ്റിച്ച്. ഇനി പറയാം, അവൾ വീഴിച്ച ഹതന്മാർ അനേകർ. കണ്ടോ, ഈ വശീകരണത്തിൽ പെട്ടുപോയി എന്താ ഉണ്ടാക്കുന്നത്? വീഴിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ എവിടെ ഇരുത്തിയിരുന്നു? വീണുപോകാൻ കാരണം എന്താണ്? അത് മനസ്സിലാക്കി തിരുത്തി ആ അതിശ്രേഷ്ഠ പദവിയിലേക്ക് മടങ്ങി വന്ന് ക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിച്ച് പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് വചനാനുസരണത്തിൽ കൂടി ജീവിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു. അവളുടെ വീട് പാതാളത്തിലേക്കുള്ള വഴിയാകുന്നു, അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. അപ്പോ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി നമ്മളെ ദൈവത്തിന്റെ ആത്മാവിനെ തന്ന് നമ്മളെ വചനാനുസരണത്തിൽ കൂടി നയിക്കുന്നത് പിശാചിനാൽ നയിക്കപ്പെട്ട് നിത്യ നരകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. ആ നരകത്തിലെ വേദനകളൊക്കെ ഏറ്റെടുത്തത് നമ്മൾ അവന്റെ പുത്രന്മാരായി യുഗായുഗം അവന്റെ മക്കളായി നമ്മൾ വാഴാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ പറയാണ്, നീ ഏതിൽ വീണിരിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവർത്തിച്ച്, അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഈ നിലവിളക്ക് അഥവാ വെളിച്ചം പോയാലുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ വെളിച്ചത്തിൽ തന്നെ നമ്മൾ നടക്കണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ യഥാസ്ഥാനപ്പെടണം, മനസ്സ് പുതുക്കണം. വീണിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് വീണെന്ന് ഓർത്ത് മാനസാന്തരപ്പെടണം. കർത്താവിനോട് റിബലാവുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കണം. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. താഴ്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവവചനവിരുദ്ധമായ കാര്യങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്തി തരുമ്പോൾ അതിനെ മനസ്സിലാക്കി തിരുത്തുന്ന ഒരു സ്വഭാവത്തെയാണ് താഴ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിൽ ജീവിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഏതിൽ വീണിരിക്കുന്നെന്ന് ഓർക്കാനും എവിടെയാണ് കുറവുകൾ വന്നിരിക്കുന്നത് മനസ്സിലാക്കാനും അത് മുഖേന ഉണ്ടായിട്ടുള്ള എല്ലാ പിശാചിന്റെ അവകാശങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക. സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, കർത്താവെ, അങ്ങേ ഞങ്ങളുടെ മേൽ പകരുന്ന ജ്ഞാനത്തിൽ നടപ്പാൻ, വെളിച്ചത്തിൽ, സ്നേഹത്തിൽ, വിശുദ്ധിയിലൊക്കെ നയിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങൾ വീണ്ടെടുത്തിരിക്കുന്ന അതിശ്രേഷ്ഠ പദവിക്കത്തോളം ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തെ തുർമാനമായി അനുസരിക്കുമ്പോൾ ഞങ്ങൾ നിറഞ്ഞു വരുന്ന സഹിഷ്ണുതയും അത് മുഖേന ഞങ്ങളിൽ കർത്താവെ തെളിഞ്ഞു വരുന്ന ആ ദൈവ തേജസ്സിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ, ഞങ്ങളെല്ലാവരും ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടം കാണാതെ വണ്ണം മറയ്ക്കണം, വചനത്തിലൂടെ ദാഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.